നമസ്കാരം. YTVയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളൊരു യാത്രയിലാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. കൂട്ടത്തിൽ വൈഫും ഉണ്ട്, മക്കളുണ്ട്. ഇത് ഇളയാൾ, ഇത് മൂത്ത ആൾ, നടുവത്ത ആൾ വന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ കൃപാസനം പള്ളിയിലേക്കാണ് പോകുന്നത്. അതിനുശേഷം സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാരാരിക്കുളം ബീച്ച് കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ. ക്ലൈമറ്റ് നല്ല രീതിയിൽ ചേഞ്ചായി. ഇപ്പം നല്ല മഴക്കാറുണ്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. എന്തായാലും നമ്മളുടനെ കൃപാസനം എത്തുന്നതാണ്. ഇനി ഏകദേശം കുറച്ച് ദൂരം കൂടി ഉണ്ട് എന്ന് തോന്നുന്നു, അല്ലേ വിജി? അതെ അതെ, കുറച്ച് ദൂരം കൂടിയേ ഉള്ളു. മഴയ്ക്ക് മുമ്പ് അവിടെ ചെന്നിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട്. യെസ്, കൃപാസനം നമ്മളെത്തി. നല്ല തിരക്കാണ്. വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ടോ എന്നുള്ളത് ഒരു വിഷയം തന്നെ ആയിരിക്കും. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ കൂടി ആയതുകൊണ്ട് ആണെന്ന് തോന്നുന്നു. നല്ല ബ്ലോക്കും ഉണ്ട്. വണ്ടി എവിടെ പാർക്ക് ചെയ്യും എന്നുള്ളത് ഒരു വിഷയമായിരിക്കും. കൃപാസനത്തിൻ്റെ ഫ്രണ്ട് വശമാണ്. നല്ല തിരക്കുണ്ട്. ഞാൻ ഇവരെ എന്തായാലും ഇവിടെ ഇറക്കി വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കൃപാസനത്തിൻ്റെ തന്നെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത് വണ്ടിയായിട്ട്. ഇവിടെ പാർക്ക് ചെയ്ത് അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഇഷ്ടംമാതിരി വണ്ടിയുണ്ട്. അവർ വന്നു. ഞങ്ങൾ ഇനി മാരാരിക്കുളം ബീച്ചിലേക്ക് ഉള്ള യാത്രയിലാണ്. പോകുന്ന വഴിയിൽ മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള പ്രതിമയാണ്. വളരെ വലിയൊരു പ്രതിമയാണ്. അങ്ങനെ നമ്മൾ മാരാരിക്കുളം ബീച്ച് എത്തി. ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കാം വളരെ തിരക്ക് കുറവാണിപ്പോൾ. ഈവനിങ് ആകുമ്പോൾ നല്ല തിരക്ക് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നല്ല ബീച്ച് റിസോർട്ടുകൾ കൊണ്ട് വളരെ ധന്യമാണ് ഈ മാരാരിക്കുളം ബീച്ച്. എന്തായാലും മക്കളും വൈഫ് വന്ന ഉടനെ തന്നെ ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് കയറി. കച്ചവടക്കാർ ഒട്ടനവധി ഉണ്ട് ഇവിടെ. കുഞ്ഞാച്ച, എങ്ങനെയുണ്ട് ഐസ്ക്രീം? അടിപൊളി.